ഇടയ്ക്ക് പേടിച്ചോ ഇല്ലേ? ചുമ്മാ വന്നല്ല, അച്ഛൻ എന്താണ് ഫോണിൽ നോക്കണമെന്ന് അറിയാൻ വേണ്ടി അച്ഛൻ അറിയാതെ പുറകെ വന്ന് നിന്നത്. അച്ഛന്റെ ഫോണിൽ വന്ന് എത്തി നോക്കിയാ? ഓ, ഇവളുടെ സ്ഥിരം പതിവാണ്. ഇപ്പൊ ആര് ഫോൺ എടുത്താലും എവിടെന്നെങ്കിലും ഓടി വന്ന് എത്തി പോയിക്കൊണ്ടിരിക്കുക. എനിക്ക് വേറെ പണിയില്ലല്ലോ. ഒന്നും മിണ്ടാ ഇവിടെ. ഡേയ്, അമ്മയും ശ്രീകുട്ടനും കൂടെ പുറത്തുനിന്ന് എന്തോ സംസാരിച്ചോണ്ട് നിൽക്കുന്നുണ്ട്. എവിടെ പോണവര്? ഓഫീസിൽ പോണെന്നാണ് പറഞ്ഞത്. എന്തിനു പോയത്? നോ ഐഡിയ. എന്തോന്ന് കേശു ഇത്? നിന്റെ ടാലൻ്റൊക്കെ പോയേട്ടാ. എന്തുമാത്രം കഴിവുള്ള ചെറുക്കനായിരുന്നു. പണ്ടൊക്കെ മറ്റുള്ള രഹസ്യങ്ങൾ അറിയാൻ ഈസി ആയിരുന്നു. അപ്പം കൊണ്ട് ചോർത്തി എൻ്റെ കയ്യിൽ കൊണ്ടുവരും. ആ കഴിവൊക്കെ പോയി. ഡാ, നീ നിന്റെ കുട്ടുവാമനൊന്ന് വിളിച്ചു നോക്ക്. ഞാൻ വിളിക്കണോ? നീ വിളിച്ച മാവനൊന്നും പറയത്തില്ല. എന്നാ പിന്നെ വിളിക്ക. എടുക്കണ്ടല്ലേ അച്ഛാ? ആ കുട്ടുവാമ, മാമ പിന്നെ അല്ല മാമ, വഴക്ക് പറയല്ല മാമ. ഇല്ല 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 വിളിക്കൂല, സത്യം വിളിക്കൂല. ആ ഒത്തില്ലല്ലേ? അച്ഛൻ അമ്മയൊന്ന് വിളി. അമ്മയ്ക്ക് അച്ഛനൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. പിന്നെ അമ്മയ്ക്ക് അച്ഛനെ ഒന്നും പറയാൻ പറ്റൂല. ഒന്നും പറയണമില്ല അച്ഛനെ. അയ്യാ, എന്നാലും അച്ഛൻ ഒന്ന് വിളിച്ചു നോക്കച്ച. അല്ല, നിങ്ങൾ എന്തിനടേ നിങ്ങൾ അമ്മ എങ്ങനെ പേടിക്കുന്നത്? അവൾ എവിടെയെങ്കിലും പോകണമെങ്കിൽ അത് അറിയേണ്ട അവകാശം നമുക്കില്ലേ? നമ്മൾ എവിടെയെങ്കിലും അങ്ങോട്ട് അങ്ങോട്ട് പോകണമെങ്കിൽ നാഴിക്ക് 40 തൊട്ട് പറയെ വിളിക്കുമല്ല. എവിടെ എത്തി? ആരെവിടെ പോണ്? എവിടെ സ്ഥലം? എവിടെ? എന്നാ തിരിച്ച് വരുമ്പോഴാ കോടതിയിൽ വെച്ച് വിസ്തരിക്കും പോലെ അങ്ങ് വിസ്തരിക്കുകയും ചെയ്യും. ചില സമയം അവരുടെ അടുത്തൊന്നും ചോദിക്കാൻ പറ്റൂല. ഭയങ്കര ദേഷ്യമായിരിക്കും. പാവം അച്ഛന് ദേഷ്യേ വരില്ല. മിക്കവാറും ഇതിനെ കാരണമായിരിക്കും ഞാൻ ഇവിടെ നിന്ന് നാട് വിടാൻ പോണത്. ഇതിനെ കാരണം അച്ഛൻ മാത്രമല്ല, ഈ കുടുംബത്തെ എല്ലാവരും നാടുവിടേണ്ടി വരും. നാടോടി ചവള് വിളിക്കുന്നാട്ടോ അച്ഛനെ നാടോടിന്ന്. ഞാൻ ചെന്നൈയിൽ ഇങ്ങോട്ട് വന്ന് കളിക്കുന്നോണ്ടായിരിക്കല്ലേ നാടോടിന്ന് വിളിച്ചത്. അച്ഛാ, ഇവളുടെ കയ്യിലിരിപ്പ് വളരെ മോശമാണ്. കഴിഞ്ഞ ദിവസം ലച്ചി ചേച്ചി ഇതുപോലെ കയറി വിളിച്ചേക്കുന്നത്. നാടോടി ലച്ചി ചേച്ചി എന്താണ് നാടോടിന്ന് വിളിക്കുന്നത്? അതന്നെ ഞാനും ചോദിച്ചേ. ഇത് പാരസൈറ്റ്. ഇത്തിക്കണ്ണി, അതന്നെ ആ സാധനം. അതും പറഞ്ഞ് എന്തൊരു തൊല്ലാണ് ഇവിടെ ലച്ചി കാണിച്ചു കൂട്ടിയത്. ഒരു കാര്യം പറഞ്ഞു വരുമ്പം അതിനെ വഴിതെറ്റിച്ച് വിട്ടിട്ട് പരാഗഭോജി താട്ടിയിട്ടു നാടോടി. എന്താണ് ഒന്ന് റിലാക്സ് ചെയ്തിരിച്ചു? ഞാൻ ശ്രമിക്കണ്ട് റിലാക്സ് ചെയ്യാൻ. നീ കുറച്ച് നേരത്തേക്ക് ഓഫീസൊക്കെ മനസ്സിൽ നിന്ന് അങ്ങ് മാറ്റിയോളാം. നീ ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്ന അത് തന്നെ ഓർമ്മ വരും. പാറുവിനെയും കല്ലൂനെയൊക്കെ ഓർമ്മ വരണ്ടോ വന്നിരുന്നപ്പോൾ. നമുക്ക് പോകുമ്പോഴേ അവർക്കെടുക്കും ഫലൂട മേടിച്ചിട്ടുണ്ടോ ആ പാർസല്? പിന്നെ നീ ബിരിയാണിയുടെ കാര്യം പറഞ്ഞില്ലായിരുന്നു? കേശുവിന് ബിരിയാണി എന്ന് പറഞ്ഞാൽ ചാവും. പിന്നെ എനിക്കറിഞ്ഞൂടെ? അപ്പൊ പിന്നെ നമുക്കൊരു പിള്ളേർക്ക് എല്ലാവർക്കും ബിരിയാണി വാങ്ങിക്കാന്ന് പറഞ്ഞില്ല. ഇത് എന്താണിത്? പിന്നെ പണ്ട് നമുക്ക് വാഴയ്ക്കിപ്പം വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുമ്പോഴേ അച്ഛൻ അമ്പലത്തിനടുത്തുള്ള ചായക്കട കൊണ്ടുപോകണ ഓർമ്മയുണ്ടോ? അയ്യോ, പറയണ എന്തൊരു ടേസ്റ്റല്ലേ. സത്യമല്ലേ? ആ പഴംപൊരിക്കും ദോശയ്ക്കൊക്കെ ആ ടേസ്റ്റ് ഒന്നും ഇപ്പം ഇല്ല. സത്യം. മറ്റേ നമുക്ക് അച്ഛൻ വാങ്ങിച്ചിട്ടില്ലേ വാഴയിലൊക്കെ ഇങ്ങനെ ചൂട് ദോശ ഇങ്ങനെ ഇട്ട് ചമ്മന്തി ഒഴിച്ച് നല്ല സാമ്പാറും പാവച്ചല്ലേ. സത്യമല്ലേ? സത്യം.